നെക്സ്റ്റ് മൊഡ്യൂൾ 4 തിയറിയാണ് നോക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് കോൺസെപ്റ്റ് ടേം എന്ന് പറയുന്നത് ബിഗിനിങ്സ് ഓഫ് വിമൻസ് എഡ്യൂക്കേഷൻ ഇൻ കേരള, ഏർലി ജെൻഡർ ആൻഡ് കാസ്റ്റ് മൂവ്മെന്റ്സ്, മാട്രിലിനി, ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി ഇൻ കണ്ടംപററി കേരള, ബ്രേക്ക് ദ കർഫ്യൂ, ക്യൂർ പ്രൈഡ്, ലേബർ മൂവ്മെന്റ്സ് ഇൻ കേരള. ഇത്രയും കോൺസെപ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ടോപ്പിക്കുകളെ കുറിച്ച്. അപ്പോൾ ഫസ്റ്റ് ബിഗിനിങ്സ് ഓഫ് വിമൻസ് എഡ്യൂക്കേഷൻ ഇൻ കേരള. കേരള എന്ന് പറയുന്നത് സ്ത്രീകളുടെ എഡ്യൂക്കേഷനെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏർലിയസ്റ്റ് റീജിയൻ ആണ് കേരള എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏർലിയസ്റ്റ് സ്റ്റേറ്റ് ആണ് സ്ത്രീകളുടെ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. സോ അത് ക്രിസ്ത്യൻ മിഷണറീസിന്റെ ഹെൽപ്പോട് കൂടിയ ഇൻഫ്ലുവൻസോട് കൂടിയായിരുന്നു നമ്മൾ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തു കൊടുത്തത്. ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMS, അതുപോലെ തന്നെ ലണ്ടൻ മിഷണറി സൊസൈറ്റി അഥവാ LMS ആണ് ഗേൾസ് സ്കൂൾ ട്രാവൻകൂറിലും കൊച്ചിയിലും എസ്റ്റാബ്ലിഷ് ചെയ്ത് ഏർലി 19th സെഞ്ചുറിയിൽ. First girls' school in Kerala was started in the year 1819 in Trivandrum by the British resident's wife, Mrs. Mead. അപ്പോൾ അവരാണ് ഫസ്റ്റ് ഗേൾസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. ട്രാവൻകൂർ റോയൽ ഫാമിലിയും ആക്റ്റീവ്ലി സപ്പോർട്ട് ചെയ്തു സ്ത്രീകളുടെ എഡ്യൂക്കേഷനെ, എസ്പെഷ്യലി അണ്ടർ മഹാറാണി ഗൗരി പാർവതി ഭായ്. ലോവർ കാസ്റ്റും ദളിത് വിമനും എല്ലാം ഇനിഷ്യലി എക്സ്ക്ലൂഡ് ആയിരുന്നു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന്. മിഡ് 19th സെഞ്ചുറി ആയപ്പോഴത്തേക്കും നായർ ആൻഡ് ഈഴവ ഗേൾസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. കുറേ റീഫോമിസ്റ്റ് ആൻഡ് as well as മിഷണറി എഫേർട്ടിൻ്റെയൊക്കെ റിസൾട്ടായിട്ട്. പിന്നെ വൈകുണ്ഠസ്വാമികളും ശ്രീനാരായണ ഗുരുവും സ്ത്രീകളുടെ എഡ്യൂക്കേഷനെ എൻകറേജ് ചെയ്തു. അതായത് ഈ ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റിയിലുള്ളവരുടെയൊക്കെ, ലോ കാസ്റ്റ് കമ്മ്യൂണിറ്റിയിലുള്ളവരുടെയൊക്കെ. പിന്നെ ട്രാവൻകൂർ എഡ്യൂക്കേഷൻ കോഡെന്നും പറഞ്ഞ് 1865 സ്റ്റേറ്റ് സ്പോൺസർ ചെയ്ത ഗേൾസ് എഡ്യൂക്കേഷൻ ചെയ്യാൻ തുടങ്ങി. പണ്ഡിത രമാഭായിയുടെ റൈറ്റിംഗ്സും എല്ലാം ഈ സ്ത്രീകളുടെ എംപവർമെന്റിന് വേണ്ടിയും അവർക്ക് നോളജ് ആക്സസിബിൾ ആവണം എന്നുള്ള കാര്യത്തിന് വേണ്ടിയും ഒരുപാട് ഡിസ്കഷൻസ് ഇൻസ്പയർ ചെയ്തു. പിന്നെ ദാക്ഷായണി വേലായുധൻ ഫസ്റ്റ് ദളിത് വുമൺ ഗ്രാജുവേറ്റ് ആൻഡ് ലെജിസ്ലേച്ചർ ആണ്. അവർ കാസ്റ്റ് ആൻഡ് ജെൻഡർ ബാരിയേഴ്സ് എഡ്യൂക്കേഷൻ ഉള്ളത് ബ്രേക്ക് ചെയ്തു. അവരുടെ ലൈഫ് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മോഡേണിറ്റിയും റീഫോമുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. പക്ഷെ എന്നാൽ പോലും അതിനകത്ത് പേട്രിയാർക്കിക്കൽ കൺട്രോൾ നമ്മൾ കണ്ടുവരുന്നുണ്ടായിരുന്നു. കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തത് സൊസൈറ്റിയെ സിവിലൈസ് ചെയ്യാനും മോറലി അവരെ ഒന്ന് റിഫോം ചെയ്യാനും വേണ്ടിയായിരുന്നു. ആൻഡ് ഏർലി വിമൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് സയൻസ് ആൻഡ് മോറൽ ഇൻസ്ട്രക്ഷൻ ആയിരുന്നു, അല്ലാതെ എംപവർമെന്റിന് വേണ്ടിയല്ലായിരുന്നു. അതായത് മര്യാദയ്ക്ക് നടക്കണം, നല്ല രീതി ജീവിക്കണം എന്നൊക്കെയുള്ളൊരു കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് വന്നതോടുകൂടിയാണ് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ വിമൻ ഗ്രാജുവലി എക്സ്പാൻഡ് ചെയ്തത്. ആൻഡ് വിമൻ ഫ്രം ഈ വളരെ മാട്രിലീനിയൽ നായർ കമ്മ്യൂണിറ്റി ഫാമിലീസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ മുന്നേ കിട്ടി ഈ ഒപ്പറസ്റ്റ് കമ്മ്യൂണിറ്റീസിലുള്ള സ്ത്രീകളെക്കാട്ടിലും. ക്രിസ്ത്യൻ വിമൻ എസ്പെഷ്യലി സിറിയൻ ക്രിസ്ത്യൻസിനും ഹയർ എഡ്യൂക്കേഷൻ, അതായത് മിഷണറി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അവർക്കും കിട്ടി ബെറ്റർ ആക്സസ് ടു എഡ്യൂക്കേഷൻ. ഏർലി 20th സെഞ്ചുറി ആയപ്പോഴത്തേക്കും സ്ത്രീകൾ കോളേജസിലോട്ട് കയറാൻ തുടങ്ങി, ഓൾദോ ഇൻ വെരി സ്മോൾ നമ്പേഴ്സ്. പിന്നെ ഒരുപാട് വിമൻസ് ഓർഗനൈസേഷൻസും മഹിളാ സമാജമൊക്കെ വന്നതുകൊണ്ടുകൂടി ലിറ്ററസി അവയർനെസ്സും പ്രൊമോട്ട് ചെയ്തു. എഡ്യൂക്കേഷൻ അങ്ങനെ കാസ്റ്റ് അപ്ലിഫ്റ്റ്മെന്റ് എമോങ് ഈഴവ ആൻഡ് പുലയ കമ്മ്യൂണിറ്റീസ് അതൊരു ടൂളായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്റ്റേറ്റ് തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, എഡ്യൂക്കേഷൻ എല്ലാവർക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങി, എല്ലാ സ്ത്രീകൾക്കും. അങ്ങനെ ഫീമെയിൽ ലിറ്ററസി ഇൻ കേരള ഭയങ്കര ഹയസ്റ്റ് ആയി മാറി 1980s. പിന്നെന്താണ്, പക്ഷേ എന്നാൽ പോലും കാസ്റ്റ് ആൻഡ് ക്ലാസ് ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ വിഷമകരമായ കാര്യം എന്നാണ് പറയുന്നത്. ആൻഡ് ദളിത് ആൻഡ് ഓൾസോ ആദിവാസി വിമനും ഇപ്പോഴും എഡ്യൂക്കേഷൻ ബാരിയേഴ്സ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും കുറച്ച് ഫെമിനിസ്റ്റ് തിങ്കേഴ്സിന്റെ ആർഗ്യുമെന്റോട് കൂടി സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ ഇൻ കേരള എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നുണ്ട്, കുറച്ചും കൂടി ഇംപ്രൂവ്ഡ്, അതായത് നല്ല രീതിയിൽ ഇംപ്രൂവ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഏർലി ജെൻഡർ ആൻഡ് കാസ്റ്റ് മൂവ്മെന്റ്സ് ഇൻ കേരള ആണ്. ജെൻഡറും കാസ്റ്റ് മൂവ്മെന്റ്സും കേരളത്തിൽ ഡീപ്ലി കണക്റ്റഡ് ആണ്. അത് രണ്ടും രണ്ട് കാര്യങ്ങളല്ല. 19th സെഞ്ചുറി കേരളത്തിൽ ഇറ്റ് വാസ് ഹൈലി സ്ട്രാറ്റിഫൈഡ് ആയിരുന്നു. കാസ്റ്റ് ബേസ്ഡ് എക്സ്ക്ലൂഷൻസ് ഒരുപാടുണ്ടായിരുന്നു, ഡിസ്ക്രിമിനേഷൻ. അതായത് ഈഴവ, പുലയ, പറയ ഇവരൊക്കെല്ലാം ടെമ്പിൾ എൻട്രി ഒന്നും ഇല്ലായിരുന്നു, എഡ്യൂക്കേഷൻ കിട്ടത്തില്ലായിരുന്നു, ഡിഗ്നിറ്റി ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അവർ ജീവിച്ചിരുന്നത്. ശ്രീനാരായണ ഗുരുവാണ് ഒരു റീഫോം മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹം കാസ്റ്റിന്റെ സുപ്രീമസി എല്ലാം ക്വസ്റ്റ്യൻ ചെയ്ത് സ്പിരിച്വൽ ഇക്വാളിറ്റി കൊണ്ടുവരാൻ പ്രൊമോട്ട് ചെയ്തു. അയ്യങ്കാളി ദളിത് റൈറ്റ്സിന് വേണ്ടിയും പബ്ലിക് റോഡ്സ് അവർക്ക് സ്കൂൾസും എല്ലാം ആക്സസ് ആവാൻ വേണ്ടിയും അദ്ദേഹം ഡിമാൻഡ് ചെയ്തു. അങ്ങനെ അദ്ദേഹം 1907 പുലയ സ്റ്റുഡൻറ് സ്കൂൾ എൻട്രി സ്ട്രഗിൾ ഒക്കെ നടത്തി. അത് അപ്പർ കാസ്റ്റ് വയലൻസിന് ഒരുപാട് ഇവർ ഫേസ് ചെയ്തു. പിന്നെ ചാന്നാർ റിവോൾട്ട് എന്ന് പറഞ്ഞ 1820s 50s ഈ നാടാർ വിമണ് അപ്പർ ബോഡി ഗാർമെന്റ്സ് വെയർ ചെയ്യാനുള്ള പ്രൊട്ടസ്റ്റും നടത്തി. ചാന്നാർ വിമൻ സ്ട്രഗിൾ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ മിഷണറീസ് ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. ആൻഡ് മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും എന്ത് ചെയ്തു, കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ ഹൈലൈറ്റ് ചെയ്തു ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ്സിൽ. അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അതൊക്കെ, ജോലി കിട്ടുന്ന കാര്യത്തിലുള്ള ആ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. സോഷ്യൽ റിഫോമേഴ്സ് ആയിട്ടുള്ള കുമാരൻ ആശാനും സഹോദരൻ അയ്യപ്പനും ഒക്കെ ആന്റി കാസ്റ്റ് ഇതിനെല്ലാം നിൽക്കുമായിരുന്നു, പ്രൊമോട്ട് ചെയ്തു മൂവ്മെന്റ്സിനെല്ലാം. വൈക്കം സത്യാഗ്രഹം എന്ത് ചെയ്തു, ലോവർ കാസ്റ്റിനെ ടെമ്പിൾ റോഡ്സ് ആക്സസ് ചെയ്യുന്നതിലും ആ ഒരു ബാനിനെ ചലഞ്ച് ചെയ്തു. പിന്നെ
പിന്നെ പെരിയാർ അല്ലെങ്കിൽ പെരിയാർ എന്നുള്ള ആ ഒരു അദ്ദേഹം സോഷ്യൽ റിഫോമേഴ്സ് ലീഡർ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അതും ആന്റി കാസ്റ്റ് ഡിസ്കോഴ്സിന് കേരളത്തിലെ ആന്റി കാസ്റ്റ് മൂവ്മെന്റിനൊരു ഇൻസ്പിറേഷനാണ്. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഓഫ് 1936 ഇൻ ട്രാവൻകൂർ ആണ് മേജർ സക്സസ് ഓഫ് ആന്റി കാസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. സ്ത്രീകളും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു ഈ മൂവ്മെന്റ്സിനകത്തല്ല. പിന്നെ സ്ത്രീകളുടെ ഓർഗനൈസേഷൻസും ഒരുപാടുണ്ടായിരുന്നു. കാസ്റ്റ് മൂവ്മെന്റ്സിനും ജെൻഡർ കൺസേൺസും എല്ലാം ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. നായർ സർവീസ് സൊസൈറ്റിയും SNDPയും ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘവും അല്ലെങ്കിൽ പരിപാലനോ ആ ഒരു ഓർഗനൈസേഷനും മേജർ റോൾസ് കാസ്റ്റ് റിഫോംസിൽ പ്ലേ ചെയ്തിരുന്നു. ആൻഡ് ഓൾസോ ദളിത് മൂവ്മെന്റ്സ് ലൈക്ക് കേരള പുലയ മഹാസഭ കാസ്റ്റ് ഡിഗ്നിറ്റിക്കും സോഷ്യൽ അപ്ലിഫ്റ്റ്മെന്റും വേണ്ടി നിന്നു. ആൻഡ് അപ്പർ കാസ്റ്റ് റിഫോമേഴ്സ് ആ സമയത്ത് സിവിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് സ്ത്രീകളെ പഠിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിന്നത്, അല്ലാതെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയല്ലായിരുന്നു. മിഷണറി സപ്പോർട്ട് നല്ല രീതിയിലുള്ളതുകൊണ്ട് എഡ്യൂക്കേഷനും പ്രൊമോട്ടഡ് ആവാൻ തുടങ്ങി സ്ത്രീകൾക്ക്. ഓക്കെ, അപ്പോൾ ഈ ഏർലി മൂവ്മെന്റ്സ് ശരിക്കും പറഞ്ഞാൽ 20th സെഞ്ചുറിയിലെ ഡെമോക്രാറ്റിക് ആൻഡ് ലേബർ സ്ട്രഗിൾസിന് ഫൗണ്ടേഷൻ ആയിരുന്നു. ഇത്രയും റീഫോംസ് ഉണ്ടായിട്ട് പോലും കാസ്റ്റ് പേട്രിയാർക്കി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എവിടാണ്, അതായത് ഈ ദളിത് ആൻഡ് ഓൾസോ ആദിവാസി വിമണ്ണൊക്കെ ഇപ്പോഴും കാസ്റ്റ് പേട്രിയാർക്കി അവർ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് മാർജിനലൈസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മാട്രിലിനി ഇൻ കേരള. മാട്രിലിനി എന്ന് വെച്ചാൽ മരുമക്കത്തായം എന്നാണ്. നായേഴ്സ് ആൻഡ് സം ഈഴവാസും ട്രൈബൽ കമ്മ്യൂണിറ്റീസും അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മരുമക്കത്തായത്തിൽ അല്ലെങ്കിൽ മാട്രിലിനിയൽ സിസ്റ്റത്തിൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത് ഫീമെയിൽ ലൈനാണ്. അതായത് അമ്മയിൽ നിന്ന് മകൾക്കാണ് പ്രോപ്പർട്ടി പോകുന്നത്. ഇപ്പം മെറ്റേണൽ അങ്കിൾ അല്ലെങ്കിൽ കാരണവരായിരിക്കും ഹൗസ് ഹോൾഡിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ആൻഡ് വിമന് എന്താണ് ആ ഒരു ഫാമിലി സ്ട്രക്ചറിൽ ഒരു സെക്യൂരിറ്റി ആൻഡ് സ്റ്റേറ്റസ് ഉണ്ടായിരുന്നു. മാരേജസ് വേറെ ഇൻഫോർമൽ ആയിരുന്നു, എസ്പെഷ്യലി അമംഗ് നായേഴ്സ് ആൻഡ് ക്ഷത്രിയാസ്. അപ്പോൾ ആ സമയത്ത് അവരുടെ കല്യാണത്തിനെ സംബന്ധം എന്നാണ് വിളിക്കുന്നത്. സംബന്ധം ചെയ്തു എന്നേ പറയും, കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ സംബന്ധം ചെയ്തു. ആൻഡ് ചിൽഡ്രൻ ബിലോങ് ടു ദ മദേഴ്സ് ലീനിയേജ് ആൻഡ് ഫാദറിന് ലിമിറ്റഡ് കൺട്രോളേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സിസ്റ്റം സ്ത്രീകൾക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് കൊടുത്തു, പക്ഷെ ഡിസിഷൻ മേക്കിംഗ് പവർ ഒന്നും ഇല്ലായിരുന്നു സ്ത്രീകൾക്ക്. പിന്നെന്താണ് ക്രിട്ടിക്സ് പറയുന്നതെന്ന് വെച്ചാൽ മാട്രിലിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് കോൺസെപ്റ്റ് അല്ല, അതൊരു പേട്രിയാർക്കൽ സ്ട്രക്ചർ തന്നെയായിരുന്നു അതിനും ഉണ്ടായിരുന്നത്. കാരണം സ്ത്രീകൾക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് പ്രോപ്പർട്ടീസ് മാത്രം ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യാനുള്ള ഒരു പവർ മാത്രം. പിന്നെ മിഷണറീസും റീഫോമേഴ്സും അതിനെ മാറ്റി പേട്രിലിനിലാക്കാനൊക്കെ നോക്കി. ട്രാവൻകൂർ നായർ ആക്ടും അതുപോലെ തന്നെ മരുമക്കത്തായം ആക്ടും ഒക്കെ എന്താണ് ഈ മാട്രിലീനിയൽ സിസ്റ്റത്തിനെ ലീഗലി ഡിസ്മാൻഡിൽ ചെയ്യാനൊക്കെ നോക്കി. അത് പ്രോഗ്രസിനെ ഹിൻഡർ ചെയ്യുന്നു, ഫാമിലി സ്റ്റെബിലിറ്റി ഇല്ലായ്മ ചെയ്യുന്നു എന്നൊക്കെ ഇങ്ങനെ റീഫോമേഴ്സ് പറയാൻ തുടങ്ങി. അങ്ങനെ സ്ത്രീകൾക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് ലോസ്റ്റ് ആയി. പിന്നീട് ന്യൂക്ലിയർ പാട്രിലീനിയൽ ഫാമിലീസ് ആയിട്ട് മാറി, അതായത് ആണുങ്ങൾ ഹെഡ് ആവാൻ തുടങ്ങി ഫാമിലീസിന്റെ. ആൻഡ് ഓൾസോ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്താണ് ലീഗൽ റിഫോംസ് ഒക്കെ കൊണ്ടുവന്നു. പാട്രിലീനിയൽ ഇൻഹെറിറ്റൻസ്, അതായത് അച്ഛൻ്റെ ഇത് പ്രോപ്പർട്ടി മകന് പോകുന്നു എന്നൊക്കെയുള്ളൊരു രീതിയിലായിട്ട് ആക്കി. പിന്നെന്താണ്, പക്ഷേ മാട്രിലീനിയൽ സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ ഡിവോഴ്സ്ഡ് ആയിട്ട് വിഡോഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്തിരുന്നു. അപ്പോൾ മാട്രിലീനിയലിന്റെ ഡിക്ലൈൻ എന്ന് പറയുന്നത് സ്ത്രീകളെ കൂടുതലും ഹസ്ബൻഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി. ആൻഡ് ഒള്ളി അപ്പർ ആൻഡ് മിഡിൽ കാസ്റ്റ് ആളുകൾക്ക് മാത്രം മാട്രിലീനിയൽ സ്ട്രക്ചേഴ്സ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ദളിത് ആൻഡ് ആദിവാസി ഫാമിലീസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി എന്തായിരുന്നു, പാട്രിലീനിയലായിരുന്നു പ്രാക്ടീസിൽ. ആൻഡ് ഓൾസോ തറവാട് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു നൊസ്റ്റാൾജിയ വെച്ചിട്ട് റിമെമ്പർ ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ. അതിപ്പോൾ സെറിമണിയിലും സിംബോളിക്കൽ ആയിട്ടുള്ള വേസിന് മാത്രമേ ഉള്ളൂ മാട്രിലീനിയൽ സിസ്റ്റം സർവൈവ് ചെയ്യുന്നത്. ചില ട്രൈബൽ ഗ്രൂപ്പ്സിന് വയനാടിലും അട്ടപ്പാടിയിലും ഒക്കെ മാട്രിലീനിയൽ കസ്റ്റംസ് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി ഇൻ കണ്ടംപററി കേരള. കേരള ഷോസ് പാരഡോക്സസ് ആണ്. ഹൈ ലിറ്ററസി ഉണ്ട്, പക്ഷേ ജെൻഡർ ഇനിക്വാളിറ്റി ഇപ്പോഴും പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജെൻഡർ ബേസ്ഡ് വയലൻസ്, ഡൗറി ഇടത്തൊക്കെ ഇവ വളരെ കൂടുതലാണ്. മോറൽ പോലീസിങ്ങും എല്ലാം ഉണ്ട്. കുടുംബശ്രീ മൂവ്മെന്റ് ശരിക്കും പറഞ്ഞാൽ റൂറൽ വിമനെ എക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് ആവാനൊക്കെ എംപവർ ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് വിമൻസ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ അതൊക്കെ വളരെ ലോ ആണ്. പിന്നെന്താണ്, അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് ആക്ടിവിറ്റീസും ആക്ടിവിസ്റ്റുകളും കളക്റ്റീവ്സും ഒക്കെ ഈ പേട്രിയാർക്കിയെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സ്പേസിലൊക്കെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. മീഡിയ, ഫിലിം ആൻഡ് ലിറ്ററേച്ചറിലൂടെയൊക്കെ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ പ്രോഗ്രസീവായിട്ട് പറഞ്ഞു പോയിട്ടുമുണ്ട്, വിഷ്വലി കാണിച്ചിട്ടുമുണ്ട്. അതുപോലെ ഒരെണ്ണമാണ് #MeToo മൂവ്മെന്റ്. അത് കേരള ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഉണ്ടാക്കിയതാണ്. അതിന്റെ റിസൾട്ടായിട്ടാണ് വിമൻ ഇൻ കളക്റ്റീവ് സിനിമ എന്ന് പറഞ്ഞ് WCC ഫോം ചെയ്ത് സിനിമയിൽ ജെൻഡർ ജസ്റ്റിസ് കൊടുക്കാൻ വേണ്ടി. LGBTQ ഐഡന്റിറ്റീസിനും എല്ലാം എന്താണ് അവർ മെയിൻ സ്ട്രീം ഡിസ്കോഴ്സിൽ നിന്ന് ഇൻവിസിബിൾ ആയിരുന്നു 2000s. പക്ഷേ ഇപ്പോൾ എന്താണ് 2010 ഓൺവേർഡ്സ് ക്യൂർ പ്രൈഡ് മാർച്ചസ് ഒക്കെ വരുന്നുണ്ട്. യങ്ങർ ആക്ടിവിസ്റ്റുകളും സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഒക്കെ ഒരുപാടുണ്ട്. സെക്ഷൻ 377 2018 എടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് അത് കേരള ക്യൂർ കമ്മ്യൂണിറ്റി സെലിബ്രേറ്റ് ചെയ്തിരുന്നു. സെക്ഷൻ 377 എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 377 എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂർ കമ്മ്യൂണിറ്റിയെ ക്രിമിനലൈസ് ചെയ്യുക എന്നുള്ളൊരു സെക്ഷനായിരുന്നു. അതിനെ എടുത്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ അത്
നമ്മുടെ കേരളത്തിലെ ക്യൂർ കമ്മ്യൂണിറ്റിയൊക്കെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്ത കാര്യമാണ്. പിന്നെന്താണ്, ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഇൻ കേരളയ്ക്ക് ഒഫീഷ്യൽ റെക്കഗ്നീഷനും വെൽഫെയർ പോളിസി സപ്പോർട്ടും 2015 കേരള ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തു. ആൻഡ് കേരള വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു അഡോപ്റ്റ് എ ട്രാൻസ്ജെൻഡർ പോളിസി. എന്നാലും സ്റ്റിഗ്മയും എക്സ്ക്ലൂഷനും വയലൻസും ഒക്കെ ഉണ്ട് ക്യൂർ പേഴ്സൺസിന്റെ ഇടയിൽ, ഐ മീൻ ഫാമിലീസിന്, സൊസൈറ്റിയിൽ നിന്ന്. എഡ്യൂക്കേഷൻ സ്പേസിൽ നിന്നാണെങ്കിലും വർക്ക് പ്ലേസിൽ നിന്നാണെങ്കിലും അവരെ കൂടുതൽ ഇൻക്ലൂസീവായിട്ട് അവർക്ക് ഒരു ഫ്രെയിം വർക്ക് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, മോറൽ പോലീസിങ്ങും ഉണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് നേരെ. സൈബർ ഹരാസ്മെന്റ് ഉണ്ട്, ഓൺലൈൻ അബ്യൂസ് ഉണ്ട്, അതും സ്ത്രീകൾ, വിമൻ ആക്ടിവിസ്റ്റ് നേരെ, ഈ ക്യൂർ കമ്മ്യൂണിറ്റിക്ക് നേരെയും ഉണ്ട്. ആൻഡ് ഓൾസോ ദളിത് ആൻഡ് ആദിവാസി ക്യൂർ വോയിസസിനെ നമ്മൾ കേൾക്കുന്നതേ ഇല്ല. അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ രണ്ട് കമ്മ്യൂണിറ്റിയെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റി നിർത്തുന്നുണ്ട്. പിന്നെ സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ പൂറായിട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പബ്ലിക് ഹെൽത്ത് സിസ്റ്റം പോലും LGBTQവിന്റെ മെന്റൽ ആൻഡ് സെക്ഷൽ ഹെൽത്ത് നീഡ്സിനെ അഡ്രസ് ചെയ്യുന്നില്ല. റീസെന്റ് ചില ഫിലിംസിലും ലിറ്ററേച്ചറിലും ഒക്കെ ഈ ജെൻഡറിനെയും സെക്ഷുവാലിറ്റിയും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് സ്ട്രഗിൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബ്രേക്ക് ദ കർഫ്യൂ എന്നുള്ളതാണ്. ബ്രേക്ക് ദ കർഫ്യൂ എന്ന് പറയുന്ന ഒരു സിംബോളിക് ആൻഡ് ആക്ടിവിസ്റ്റ് ഫെമിനിസ്റ്റ് ഇന്റർവെൻഷൻ ആയിരുന്നു കേരളത്തിലെ. അതൊരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അതായത് സ്ത്രീകളുടെ ഫ്രീഡത്തിന്, അതായത് എസ്പെഷ്യലി ഹോസ്റ്റൽസ്, ക്യാമ്പസസ് ആൻഡ് പബ്ലിക് സ്പേസസിൽ സ്ത്രീകൾക്ക് കർഫ്യൂ ഏർപ്പെടുത്തുന്നതിനെതിരെ കൊണ്ടുവന്നൊരു പ്രൊട്ടസ്റ്റ് ആണ് ബ്രേക്ക് ദ കർഫ്യൂ. അതായത് 6 മണിക്കുള്ളിൽ ഹോസ്റ്റലിൽ കയറണം, അങ്ങനെയൊക്കെയുള്ള കുറെ കർഫ്യൂസ് ഉണ്ടല്ലോ, അതിനെതിരെയായിരുന്നു. അപ്പം ആ ഒരു ഡബിൾ സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ കാണിക്കുന്നത്. സ്ത്രീകളെ റെസ്ട്രിക്ട് ചെയ്യുന്നു, എന്നാൽ വയലൻസിനെ അല്ല അഡ്രസ്സ് ചെയ്യുന്നത്. 6 മണിക്ക് മുന്നേ കയറണം എന്ന് പറയുന്നത് ആ ആളുകളെ, അതായത് എന്തുകൊണ്ട് 6 മണിക്ക് മുന്നേ കയറണം എന്ന് പറയുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയാണ്, അത് ശരി, ഓക്കെ. പക്ഷേ ഈ എന്താ പറയുക, ഇവരെ ഉപദ്രവിക്കാൻ വരുന്ന ആളുകളുടെ അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ എന്തുകൊണ്ട് ഇവർ അഡ്രസ്സ് ചെയ്യുന്നില്ല, ഇവരെ എന്തുകൊണ്ടാണ് റെസ്ട്രിക്ട് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് സ്ത്രീകൾ. അപ്പോൾ അത് പബ്ലിക് ഡെമോൺസ്ട്രേഷൻസ് വഴിയും സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് വഴിയും സ്ട്രീറ്റ് പെർഫോമൻസ്, തെരുവ് നാടകങ്ങൾ വഴിയും ഒക്കെ നൈറ്റ് ടൈം സ്പേസ് സ്ത്രീകൾക്ക് വേണമെന്ന് പറഞ്ഞ് ഒരുപാട് പ്രൊട്ടസ്റ്റിംഗ് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് സ്ത്രീകളുടെ മൊബിലിറ്റി അല്ലെങ്കിൽ മൂവ്മെന്റിനെതിരെ ഈ പേട്രിയാർക്കൽ കൺട്രോൾ ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് കാണിക്കുന്നത്. അതായത് സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുവാണ് കർഫ്യൂസ് വഴി, അവരെ റെസ്ട്രിക്ട് ചെയ്യുവാണ്, അവരുടെ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യുവാണ്. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മൂവ്മെന്റിനെ ലീഡ് ചെയ്തിരുന്നു. ആൻഡ് ആക്ടിവിസ്റ്റുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെന്താണ്, ഈ ഒരു മൂവ്മെന്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കേരള സൊസൈറ്റിയിലെ ആ ഒരു മോറൽ പോലീസിങ്ങിനെയാണ് ഇത് കാണിക്കുന്നത്. അതിനെ ചലഞ്ച് ചെയ്യാന്നുള്ളതായിരുന്നു ഈ മൂവ്മെന്റ് വഴി ഇവർ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഹോസ്റ്റൽ റൂൾസ്, സർവൈലൻസ്, ഡ്രസ് കോഡ്, പേട്രിയാർക്കൽ ഗേറ്റ് കീപ്പിംഗ്, ഇതിനൊക്കെ എതിരെയായിരുന്നു ഈ ഒരു മൂവ്മെന്റ് കൊണ്ടുവന്നത്. ഓക്കെ, നൈറ്റ് വാക്സും പബ്ലിക് വിജിൽസും ഒക്കെ ഓർഗനൈസ് ചെയ്തിരുന്നു. അതായത് നൈറ്റ് ടൈം ഇവർക്ക് വേണം എന്നുള്ള രീതിയിൽ. ആൻഡ് ഓൾസോ ഈ മൂവ്മെന്റ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, എങ്ങനെയാണ് സ്റ്റേറ്റ് ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ത്രീകൾക്ക് മുകളിൽ പിന്നെയും ഈ ഒരു കർഫ്യൂ കൊണ്ടുവന്ന് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ദ കർഫ്യൂ എന്ന് പറയുന്നത് ഇവർക്കും സ്പേസ് വേണം നൈറ്റിൽ, ആണുങ്ങളെ പോലെ തന്നെ എന്നുള്ളൊരു ഇത് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഇത് കൊണ്ടുവന്നത്. ടേക്ക് ബാക്ക് ദ നൈറ്റ് അല്ലെങ്കിൽ റീക്ലെയിം ദ സ്ട്രീറ്റ്സ് എന്നായിരുന്നു ഈ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെന്റിന്റെ ഒരു സ്ലോഗൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യൂർ പ്രൈഡ് ഇൻ കേരളയാണ്. കേരളാസ് ഫസ്റ്റ് ക്യൂർ പ്രൈഡ് പരേഡ് നടന്നത് തൃശ്ശൂരിൽ 2010 കേട്ടോ. അപ്പോൾ പക്ഷേ ഇപ്പോൾ ആനുവലായിട്ട് പ്രൈഡ് മാർച്ചസ് കോഴിക്കോട്, കൊച്ചി, ട്രിവാൻഡ്രം, കൊല്ലത്തും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് പ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇവർ ഈ പ്രൈഡ് മാർച്ച് നടത്തുന്നത് എന്ന് വെച്ചാൽ ഹോമോഫോബിയക്കെതിരെയും കാസ്റ്റ് പേട്രിയാർക്കൽ മൊറാലിറ്റിക്കെതിരെയുമാണ്. അതായത് ഈ ഹോമോസെക്ഷൽസിനെതിരെയുള്ള ആ ഒരു ഹേറ്റ്രഡ് മാറ്റാൻ വേണ്ടിയും ക്യൂർ കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള പൊതുവേ ഉള്ളൊരു ജനറൽ ആയിട്ടുള്ള ആ ഒരു അബ്യൂസും ഹേറ്റ്രഡ്നെസ്സും എല്ലാം മാറ്റാൻ വേണ്ടിയാണ് അവർ ഈ ക്യൂർ പ്രൈഡ് നടത്തുന്നത്. അപ്പോൾ ഒന്നുമില്ല, ഈ LGBTQ+ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അവരുടെ റെയിൻബോ കളറായിട്ടുള്ള ഒരു എന്താ പറയുക ഫ്ലാഗ് വെച്ചിട്ട് അവരെല്ലാവരും കൂടി മാർച്ച് ചെയ്യും നമ്മുടെ സിറ്റീസിലൂടെ. അതാണ് അവരിവിടെ ഉദ്ദേശിക്കുന്നത് ക്യൂർ പ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ LGBTQ+ ഇൻഡിവിജ്വൽസിനൊരു വിസിബിലിറ്റി കൊടുക്കുക നമ്മുടെ സൊസൈറ്റിയിൽ, അതാണ് അവരുടെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും കോർപ്പറേറ്റ് സ്പോൺസേഴ്സ് അല്ല ചെയ്യുന്നത്, ഇതെല്ലാം ഇവരുടെ തന്നെ ട്രാൻസ് ആക്ടിവിസ്റ്റുകൾ കാണുമല്ലോ, ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആക്ടിവിസ്റ്റുകളും അല്ലാതുള്ള മെമ്പേഴ്സും കൂടിയൊക്കെയാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. വളരെ കളർഫുൾ ആയിട്ടുള്ള പ്രൊസഷൻസ് ആയിരിക്കും, സ്ലോഗൻസ് ഉണ്ട്, തെരുവ് നാടകങ്ങൾ അഥവാ സ്ട്രീറ്റ് തിയേറ്ററൊക്കെ, സ്ട്രീറ്റ് ഡ്രാമാസ് ഒക്കെ അവർ പ്ലേ ചെയ്യും, മ്യൂസിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലാണ് അവർ പോകുന്നത്. അപ്പോൾ ദളിത്, ആദിവാസി ആൻഡ് ഡിസേബിൾഡ് ക്യൂർ വോയിസസും എല്ലാം ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അതായത് ഈ ക്യൂർ കമ്മ്യൂണിറ്റിയിലുള്ള തന്നെ ദളിത്, ആദിവാസി ഗ്രൂപ്പുകളും അവരും ഒക്കെ മെമ്പേഴ്സും ഒക്കെ അവരും പങ്കെടുക്കുന്നുണ്ട്.
ആൻഡ് ഈ പ്രൈഡ് മാർച്ചസിൽ തന്നെ ആൻറ്റി കാസ്റ്റും പിന്നെ ഫെമിനിസ്റ്റ് മെസ്സേജസും കൂടെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓർഗനൈസേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂറല, ഐ മീൻ കേരളത്തിലെ ക്യൂർ കമ്മ്യൂണിറ്റിയുടെ ക്യൂറല, പിന്നെന്താണ് സഹയാത്രിക, ക്യൂറിഥം ആൻഡ് ഓൾസോ മലയാളി ട്രാൻസ്മെന്റ് അസോസിയേഷൻ, ഇവരൊക്കെയാണ് ഓർഗനൈസേഴ്സ്. അപ്പം പോലീസിൽ നിന്നും റിലീജിയസ് ഗ്രൂപ്പ്സിൽ നിന്നും വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയിൽ നിന്നുമൊക്കെ ഇവർക്ക് ഓഫൺ റെസിസ്റ്റൻസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയെല്ലാം ചലഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇവരിത് ചെയ്യുന്നത്. സേഫ് ആയിട്ടുള്ള സ്പേസസിൽ പ്രൊട്ടക്ഷനോട് കൂടിയും പെർമിഷനൊക്കെ എടുത്തിട്ടാണ് അവരിത് ഓർഗനൈസ് ചെയ്യുന്നത്. പിന്നെന്താണ്, കേരള വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഫോർമുലേറ്റ് ട്രാൻസ്ജെൻഡർ പോളിസി ഇൻ 2015. ദെൻ ഓൾസോ ഹെൽത്ത് റൈറ്റ്സ്, എഡ്യൂക്കേഷൻ, ജോബ്സ്, ആൻറ്റി ഡിസ്ക്രിമിനേഷൻ ലോസിനൊക്കെ വേണ്ടിയാണ് ഇവർ ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത്. സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ്. സ്റ്റുഡൻറ് ഗ്രൂപ്പ്സിൽ നിന്നും സിവിൽ സൊസൈറ്റിയിൽ നിന്നും ചില പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിൽ നിന്നുമൊക്കെ ഇവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വയലൻസ്, സൂയിസൈഡ്, പിന്നെ ഈ ഫാമിലി റിജക്ഷനിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും, അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്ന് വയലൻസ് ഒക്കെ നേരിട്ട് മരിച്ചുപോയ ക്യൂർ വിക്ടിംസ് ഉണ്ടല്ലോ, അവരെയൊക്കെ ഓർമ്മിക്കാനും കൂടിയാണ് ഈ മൂവ്മെൻറ്റ്. ഫിലിംസ്, പോയട്രി, പിന്നെന്താണ് ആർട്ട്, ഇതൊക്കെയാണ് കേരളത്തിലെ ക്യൂർ കൾച്ചറൽ എക്സ്പ്രഷൻ്റെ ഭാഗങ്ങളെന്ന് അല്ലെങ്കിൽ സെൻട്രൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫിലിം സ്ക്രീനിങ്സും ക്യൂർ മേളകളും പിന്നെ അവയർനെസ് ക്യാമ്പയിൻസും ഒക്കെ ഇവർ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഈ ഒരു പ്രൈഡ് മാർച്ചിന് ഇൻവോൾവ് ആവുന്നുണ്ട്. ആൻഡ് ഓൾസോ ചില ആളുകൾ ഈ മൂവ്മെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബിക്കോസ് എന്തുകൊണ്ടാണ് ട്രാൻസ് മെന്നിനെയും ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ക്യൂർ ആളുകളെയും റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു മൂവ്മെൻറ്റിനെതിരെ. ആൻഡ് ആക്ടിവിസ്റ്റുകളെല്ലാം ജെൻഡർ ന്യൂട്രൽ ഹോസ്റ്റൽ പോളിസീസ് വേണമെന്നും സെക്സ് എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവ് ആയിട്ടുള്ളത് വേണമെന്നും ഒക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. പിന്നെ ക്യൂർ ഫ്രണ്ട്ലി കൗൺസിലിംഗ് സെൻറ്റേഴ്സ് വേണമെന്നും അതിന് ലീഗലായിട്ടുള്ള ഹെൽപ്പുകൾ വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് ലേബർ മൂവ്മെൻറ്റ് ഇൻ കേരളയാണ്. കേരളത്തിലാണ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ആൻഡ് മോസ്റ്റ് ഓർഗനൈസ്ഡ് ലേബർ മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുള്ളത്. എസ്പെഷ്യലി ഡ്യൂറിങ് കൊളോണിയൽ ടൈംസിലാണ് ഇത് എമർജ് ചെയ്തത്. കയർ, കാഷ്യൂ ആൻഡ് പ്ലാന്റേഷൻ ഇൻഡസ്ട്രീസിലാണ് ഈ ലേബർ മൂവ്മെന്റ്സ് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇതെല്ലാം. ട്രേഡ് യൂണിയൻസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട് ബെറ്റർ വേജസിന് വേണ്ടി, വർക്കിംഗ് കണ്ടീഷൻസിന് വേണ്ടിയും ഡിഗ്നിറ്റിക്ക് വേണ്ടിയും. അങ്ങനെ ഓൾ കേരള ട്രേഡ് യൂണിയൻ കോൺഗ്രസ് 1922 ഫോം ചെയ്തു. ആൻഡ് കമ്മ്യൂണിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ് ആണ് കേരളത്തിലെ ലേബർ സ്ട്രഗിൾസിനെ ഷെയ്പ്പ് ചെയ്തത്. പി കൃഷ്ണപിള്ള, എ കെ ഗോപാലൻ, EMS സമുദ്രിപ്പാടൊക്കെയായിരുന്നു ഇതിനകത്ത് ഈ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രി 1957 വന്നപ്പോൾ ഇവർ ലേബർ റൈറ്റ്സിനും ലാൻഡ് റിഫോംസിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. കൊയർ വർക്കേഴ്സ്, ആലപ്പുഴയിലുള്ള കൊയർ വർക്കേഴ്സിൻ്റെ സ്ട്രഗിൾസ്, കൊല്ലത്തുള്ള കാഷ്യൂ വർക്കേഴ്സിൻ്റെ സ്ട്രഗിൾസ്, ഇതെല്ലാം ഒക്കെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളതായിരുന്നു. പുന്നപ്ര വയലാർ അപ്രൈസിംഗ് 1946 ഉള്ളത് മേജർ വർക്കേഴ്സ് റിബല്യനായിരുന്നു. അത് പ്രിൻസ്ലി റൂളിനെതിരെയായിരുന്നു, രാജാക്കന്മാരുടെ റൂളിനെതിരെയായിരുന്നു. ആൻഡ് മെറ്റേണിറ്റി ബെനിഫിറ്റ് വേണമെന്നും സേഫ്റ്റി ലോസും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ട്രഗിൾസിനൊക്കെയായിരുന്നു കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത്. സ്ത്രീകളും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതായത് ഈ കാഷ്യൂ തൊഴിലാളികൾ, ബീഡി തൊഴിലാളികളൊക്കെ ഉണ്ടല്ലോ, ടെക്സ്റ്റൈൽ സെക്ടേഴ്സിലുള്ള ആളുകൾ, അവിടെ നിന്നൊക്കെ സ്ത്രീകളും ഇത് നല്ല റോളാണ് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ യൂണിയനുകളുണ്ട് നമുക്ക്, CITU, AITUC, INTUC, BMS, ഇതൊക്കെ എന്താണ് ഈ ഒരു എന്താണ് പറയുന്നത് ലേബർ മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ട് വരുന്ന ഓർഗനൈസേഷൻസ് ഒക്കെയാണ് കേട്ടോ, ട്രേഡ് യൂണിയൻസ് ഒക്കെയാണിത്. ആൻഡ് പെൻഷൻ വേണം, ESI ആനുകൂല്യങ്ങൾ വേണം, വെൽഫെയർ ലോസ് ഒക്കെ വേണം എന്നൊക്കെയാണ് ഇവരുടെ അതായത് ഇവർ അതിനുവേണ്ടിയൊക്കെയാണ് ഫൈറ്റ് ചെയ്തത്. പിന്നെ കേരളത്തിലെ വേജ് റേറ്റ് എന്ന് പറയുന്നത് നാഷണൽ ആവറേജിനെക്കാട്ടിലും ഹയർ തന്നെയാണ്. ആൻഡ് പക്ഷേ ഹവറായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള യൂണിയൻ ഇന്റർവെൻഷൻ ഇടപെടലുകൾ ഈ ഇൻഡസ്ട്രിയുടെ സ്റ്റാഗ്നേഷന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ കുടുംബശ്രീ മൂവ്മെൻറ്റും ഒക്കെ ലേബർ ആൻഡ് എംപവർമെൻറ്റിന് വേണ്ടി, എസ്പെഷ്യലി സ്ത്രീകളുടെ ഇതിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദളിത് ആൻഡ് ആദിവാസി ലേബറേഴ്സിനെ പക്ഷേ നമ്മൾ അണ്ടർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു പരാതി വരുന്നത് യൂണിയൻ ലീഡർഷിപ്പിൽ. മൈഗ്രന്റ് വർക്കേഴ്സും ഒക്കെ നമ്മുടെ കേരളത്തിലെ ലേബർ ഫോഴ്സിലെ ഭാഗമാണ് ഇപ്പോൾ. ആൻഡ് ഓട്ടോറിക്ഷ യൂണിയൻ ഉണ്ട്, ഫിഷർ ഫോക്ക് കോപ്പറേറ്റീവ്സ് ഉണ്ട്, നമുക്ക് IT സെക്ടർ യൂണിയൻസ് ഉണ്ട്. നമുക്ക് അങ്ങനെ പുതിയ ലേബർ മൂവ്മെൻറ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗിഗ് എക്കോണമി വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ ഉണ്ടല്ലോ, അവരും എല്ലാം ഓർഗനൈസ് ചെയ്യുന്നുണ്ട് പുതിയ അവരുടെ റൈറ്റ്സിന് വേണ്ടി. അപ്പോൾ ഹെൽത്ത് കെയർ, ഇൻഷുറൻസ്, ഇൻഫോർമൽ വർക്കേഴ്സിനുള്ള ഡിഗ്നിറ്റി, ഇതെല്ലൊക്കെയാണ് ലേബർ സ്ട്രഗിൾസിന് ഇൻവോൾവ് ആയിട്ടുള്ളത്. കേരളാസ് ലേബർ ഡിപ്പാർട്ട്മെന്റ് അപ്നാ ഘർ എന്നും പറഞ്ഞ് മൈഗ്രന്റ് ആയിട്ടുള്ള ലേബറേഴ്സിന് വേണ്ടിയും സ്കിൽ ട്രെയിനിങ്ങിന് വേണ്ടിയൊക്കെ ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ.